നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീൽ വേൾഡ് കപ്പിൽ അവസാനമായിട്ട് മുത്തമിട്ടിട്ട് 2 പതിറ്റാണ്ടും കഴിഞ്ഞു പോയല്ലോ. ഇതവണ 6ാം വേൾഡ് കപ്പിൽ അവർ മുത്തമിടുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ടീം വിസ്മയ പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിലും നിലവിലെ അവരുടെ ഫോം അത്ര മികച്ചതല്ല എന്നതല്ല അവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ബ്രസീൽ ഓരോ വേൾഡ് കപ്പിലും 2002 ശേഷം, അതായത് ഈ 21ാം നൂറ്റാണ്ടിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ടീമുകൾ ഫസ്റ്റ് മാച്ചിൽ, ഓരോ വേൾഡ് കപ്പിലും ഫസ്റ്റ് മാച്ചിൽ അവർ പ്രസൻറ്റ് ചെയ്ത ടീമുകൾ. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ടീമിൻ്റെ ഈ ഒരു താഴേക്ക് പോക്കിനുള്ള കാരണം എന്താണ്. പ്രതിഭകളുടെ ധാരാളിത്തം ഉണ്ടായിരുന്ന ബ്രസീൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ സ്ക്വാഡുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 2022 വേൾഡ് കപ്പ്, ബ്രസീൽ വേൾഡ് കപ്പ് നേടിയത്, ഏറ്റവും ഒടുവിൽ നേടിയത് ബ്രസീലിൻ്റെ ആദ്യ മത്സരം തുർക്കിയക്കെതിരെയായിരുന്നു 2002. അന്ന് ആ കളിയിൽ ലൂയി ഫിലിപ്പെ സ്കൊളാരിയാണ് കോച്ച്. അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറക്കിയ ബ്രസീൽ ടീം ഒന്ന് നോക്കണം. ഗോൾ കീപ്പറായിട്ട് മാർക്കോസ്, ഡിഡ ബെഞ്ചിലിരുന്നു. മാർക്കോസാണ് ആ വേൾഡ് കപ്പിലുടനീളം ബ്രസീലിൻ്റെ വല കാത്തത്. ഡിഫൻസിൽ റോക്കി ജൂനിയറും ലൂസിയോയും എഡ്മിൽസനും, സെൻറ്റർ ബാക്കുമാരായിട്ട് 3 പേര്. ഇരുപാർശ്വങ്ങളിൽ റോബർട്ടോ കാർലോസും കാഫുവും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ജുനീഞ്ഞോ പൗലിസ്റ്റ, ഗിൽബർട്ടോ സിൽവ, റിവാൽഡോ, റൊണാൾഡീഞ്ഞോ. ഗോളടിക്കാൻ സാക്ഷാൽ റൊണാൾഡോ നസാരിയോ. വാറ്റ് എ ടീം എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ, കാരണം വേൾഡ് കപ്പ് നേടിയ ടീമാണ്, അതിനേക്കാൾ വാറ്റ് എ ടീം എന്ന് പറയേണ്ട ടീമാണ് 2026 ഇറങ്ങിയത്. പക്ഷേ ആ ടീം സിനദിൻ സിദാൻ എന്ന മാസ്മരിക ഫുട്ബോൾ മാന്ത്രികൻ്റെ മുന്നിൽ ക്വാർട്ടർ ഫൈനലിൽ വീണുപോയി. അതെങ്ങനെ ബ്രസീൽ ആ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയില്ല എന്നുള്ളത് ഇന്നും അത്ഭുതത്തോടു കൂടി ഉറ്റുനോക്കുന്നവർ അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നവരുണ്ട്. നോക്കാം. അന്ന് ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെയായിരുന്നു അവരുടെ ആദ്യ മത്സരം കളിച്ചത് 2006. കോച്ചായിട്ട് കാർലോസ് ആൽബർട്ടോ പെരേര. കളിയിൽ ഗോൾ കീപ്പറായിട്ട് ഡീഡ, സെൻറ്റർ ബാക്കുമാരായിട്ട് യുവാനും ലൂസിയോയും, ഇരുപാർശ്വങ്ങളിൽ റോബർട്ടോ കാർലോസും കാഫുവും, മധ്യനിരയിൽ എമേഴ്സണും സെറോബോട്ടയും, പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ കക്കയും റൊണാൾഡീഞ്ഞയും, ഗോളടിക്കാൻ സാക്ഷാൽ റൊണാൾഡോ നസാരിയൊക്കൊപ്പം യെസ് അഡ്രിയാനോ. അതൊരു വല്ലാത്ത കോംബോ ആയിരുന്നു. പക്ഷേ ഇതാണ്, ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ച ടീമും കൊണ്ടുവന്നാലും വേൾഡ് കപ്പ് കിട്ടാക്കനിയായിട്ട് നിൽക്കും. എന്നാൽ ഈ ലെജൻഡറി ബ്രസീൽ ടീമിന് ശേഷം വന്ന ടീമുകൾക്ക് അതേ മികവുണ്ടായിരുന്നുവോ എന്നൊരു ചോദ്യമാണ്. 2010 വേൾഡ് കപ്പ് ബ്രസീലിൻ്റെ ആദ്യ മത്സരം, ആ കളിയിൽ ബ്രസീലിനെ ദുങ്ക പരിശീലിപ്പിച്ച് ഇറക്കുമ്പോൾ ആരൊക്കെയാണ് ആദ്യ ലെവലിൽ? ജൂലിയോ സെസാർ ഗോൾ കീപ്പർ, ഡിഫൻസിൽ യുവാനും ലൂസിയോയും തന്നെ, ഇരുഭാഗത്തായിട്ട് ബസ്റ്റോസും മൈക്കനും, മധ്യനിരയിൽ ഗിൽബർട്ടോ സിൽവ, ഫിലിപ്പെ മെലോ, പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ എലാനോ, കഖ, റോബീഞ്ഞോ, ഗോളടിക്കാൻ ലൂയിസ് ഫാബിയാനോ. അപ്പോൾ ടീമിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വന്ന മാറ്റം അവിടെ നിങ്ങൾ നോക്കണം. 2014 വേൾഡ് കപ്പ് ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെയാണ് ആദ്യ മത്സരം കളിക്കുന്നത്. ലൂയി ഫിലിപ്പെ സ്കൊളാരി തന്നെ വീണ്ടും കോച്ചായിട്ട് വരുന്നു. ഈ ടീം അക്ഷരാർത്ഥത്തിൽ നെയ്മറെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയൊരു ടീമായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ നെയ്മർ പരിക്കേറ്റ് പുറത്താകുന്നു. സെമി ഫൈനലിൽ 7-1 പരാജയപ്പെടുന്നു. ഏതായാലും ആദ്യ മത്സരത്തിൽ ബ്രസീലിൻ്റെ സ്ക്വാഡ് നോക്കുക. ജൂലിയോ സെസാർ ഗോൾ കീപ്പർ, ഡിഫൻസിൽ ഡേവിഡ് ലൂയിസും തിയാഗോ സിൽവയും സെൻറ്റർ ബാക്കുമാർ, ഇരുപാർശ്വങ്ങളിൽ മാർസലോയും ഡാനി ആൽവസും വിങ് ബാക്കുമാരായിട്ട് നിൽക്കുന്നു. മധ്യനിരയിൽ ലൂയിസ് ഗുസ്താവോയും പൗലീഞ്ഞോയും ഓസ്കറും, മുന്നേറ്റങ്ങൾ നയിക്കാൻ നെയ്മറും ഫ്രെഡും ഹൽക്കും, റൊണാൾഡോ നസാരിയോയും അഡ്രിയാനോയും ഒരുമിച്ച് സ്ട്രൈക്കർമാരായി ഇറങ്ങിയിരുന്ന ഒരു ടീമിൻ്റെ സ്ട്രൈക്കറായിട്ട് ഫ്രെഡ്. ആ വേൾഡ് കപ്പിലുടനീളം പരിതാപകരമായ പ്രകടനമായിരുന്നു ഫ്രെഡിൻ്റെതെന്ന കാര്യം ഓർക്കുക. 2018 വേൾഡ് കപ്പ് കോച്ചായിട്ട് ടിറ്റെ. ആദ്യ മത്സരം സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ബ്രസീൽ കളിക്കുന്നത്. ടീമിൽ സ്റ്റാർട്ടിംഗ് 11 ഗോൾ കീപ്പർ ആലിസൺ, സെൻറ്റർ ബാക്കുമാരായിട്ട് മിരാൻഡയും തിയാഗോ സിൽവയും, ഇരുപാർശ്വങ്ങളിൽ മാർസലോയും ഡാനിലോയും, മധ്യനിരയിലേക്ക് കാസമിറോയും പൗലീഞ്ഞോയും ഫിലിപ്പെ കുട്ടീഞ്ഞോയും, മുന്നേറ്റങ്ങൾ നയിക്കാൻ നെയ്മറും വില്യനും, ഇരുപാർശ്വങ്ങളിൽ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ഗബ്രിയൽ ഹീസസ്. വീണ്ടും നോക്കുക, ഇവിടെ നമുക്ക് എടുത്തു പറയാൻ നെയ്മറും ഫിലിപ്പെ കുട്ടീഞ്ഞോയും ഒക്കെയുള്ള താരങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് അന്നത്തെ 2002 2006 ടീമുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ പ്രതിഭാദാരിദ്ര്യം വ്യക്തമാണ്. 2022 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ആദ്യ മത്സരം ബ്രസീൽ കളിക്കുന്ന സെർബിയക്കെതിരെയാണ്. അന്ന് ഗോൾ കീപ്പർ കോച്ച് ടിറ്റ തന്നെ. ഗോൾ കീപ്പറായിട്ട് ആലീസൺ, സെൻറ്റർ ബാക്കുമാരായിട്ട് തിയാഗോ സിൽവയും മാർക്കിഞ്ഞോസും, ഇരുപാർശ്വങ്ങൾ അലക്സാൻഡ്രോയും ഡാനിലോയും, മധ്യനിരയിൽ കാസിമിറോയും ലൂക്കാസ് പക്വേറ്റയും, ഗോളടിക്കാൻ സഹായിക്കാൻ നെയ്മർ ജൂനിയറും, മുന്നേറ്റത്തിൻ്റെ ഇരുപാർശ്വങ്ങളിൽ വിനി ജൂനിയറും റാഫീഞ്ഞയും,
ഗോളടിക്കാൻ സെൻറ്റർ ഫോർവേഡായിട്ട് റിച്ചാർലിസൺ. അപ്പോൾ ഇതാണ് ടീം, അന്നത്തെ ടീമും 2002-ലെയും 2006-ലെയും ടീം. യെസ്, അതൊരു ടീമായിരുന്നല്ലോ. എങ്ങനെ റൊണാൾഡോ നസാരിയോയും അഡ്രിയാനോയും റൊണാൾഡിനോയും കാഫുവും റോബർട്ടോ കാർലോസും. യെസ്, മുമ്പ് കപ്പെടുത്തപ്പോഴോ റിവാൾഡോ, റൊണാൾഡിനോ, റൊണാൾഡോ, ആർത്രയും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ ആരുമില്ല. എങ്കിലും ഒരു സ്വപ്നം കാണുന്നുണ്ട്, ബ്രസീൽ 6ാം കിരീടം നേടുമെന്ന്. ഇത്തവണ നെയ്മർ ഉണ്ടാകുമോ? അതും ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു.